ഹായ് ഓൾ, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഗ്രാഫ് ഡേറ്റാബേസ്. നിങ്ങൾക്കറിയായിരിക്കും സോഷ്യൽ മീഡിയ ഗ്രാഫ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. എന്താണെന്നല്ലേ? സോഷ്യൽ മീഡിയ തന്നെ കണക്ഷൻസ് ആണ്. ഗ്രാഫിലും കണക്ഷൻ ഉണ്ട്. ഇതാണ് ഗ്രാഫിന്റെ ഒരു ബേസിക്. ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. യൂസറിന്റെ അനുസരിച്ച് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. ഈ ഡേറ്റ എല്ലാം മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഡേറ്റാബേസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും? അവിടെയാണ് ഗ്രാഫ് ഡേറ്റാബേസ് വരുന്നത്. റോയ്ക്കും ടേബിളിനും പകരം ഇവിടെ നോട്ട്സും എഡ്ജസുമാണ് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തത് കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നല്ലേ? നിങ്ങൾ വിചാരിച്ച കറക്റ്റ് BFS DFS പോലുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫ് ഡേറ്റാബേസുകളാണ് Neo4j, ആമസോൺ നെപ്റ്റ്യൂൺ, പിന്നെ ArangoDB. ഈ ഗ്രാഫ് ഡേറ്റാബേസുകൾ ആസറ്റ് പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നതിനാൽ കോംപ്ലക്സ് ഓപ്പറേഷന്റെ കേസിലും റിലയബിലിറ്റി അഷ്യൂർ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.